Yeah, welcome to Online Konaran. Let's have some Kona. വെൽ ആദ്യത്തെ വീഡിയോയിൽ പറയണം എന്ന് കരുതിയാണ്. പിന്നെ ഇതൊന്നും പ്രീ പ്ലാൻഡ് അല്ലല്ലോ, ഇതൊക്കെ ഒരു മേക്ക് ബിലീഫ് അല്ലേ മോനെ, അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ് അല്ലേ. എന്നെ സംബന്ധിച്ച് ഒരു സിനിമ കാണുന്നതിനെക്കാട്ടിൽ അത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ നന്മ തിന്മകൾ അല്ലെങ്കിൽ നെഗറ്റീവ്സ് ആൻഡ് പോസിറ്റീവ്സ് എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ഒരുപാട് പേര് ഒരു കുറേ ഒരു 5-6 പേരോട് പറയുക എന്നുള്ളതാണ്, അവരോട് ഡിസ്കസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഭയങ്കര ചെറുപ്പം മുതൽ ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. അതായത് പണ്ടത്തെ നമ്മുടെ ദൂരദർശൻ ലൈഫ് മുതലുള്ള അല്ലെങ്കിൽ ഏഷ്യാനെറ്റിലെ പണ്ടത്തെ 3 മണി സിനിമകൾ മുതലുള്ള ഒരു ശീലമാണ്. അപ്പം ഇപ്പം എല്ലാവരും തിരക്കാണ്, എനിക്ക് പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ലെങ്കിലും നമ്മുടെ സർക്കിളിലുള്ള എല്ലാവരും തിരക്കാണ്. അപ്പം നമ്മൾ സിനിമ കണ്ടു കഴിയുമ്പം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സമയമുള്ള സമയത്ത് കാണും, അവരതിന് തിരിച്ച് കമൻസ് ഇടും. ഒരു നല്ല പരിപാടിയായിട്ട് തോന്നുന്നു. ഇത് പ്രത്യേകിച്ച് ഒരു തരത്തിലുമുള്ള പോസിറ്റീവ് വശങ്ങൾ ചിന്തിച്ചിട്ടല്ല, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഉള്ള ഒന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യവുമില്ല. അതുകൊണ്ട് ഒരു നേരം പോക്ക് എന്നുള്ള തരത്തിലാണ് സംഭവം ഞാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ വിഷയത്തിലേക്ക് വരാം. തുടരും. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തുടരും സിനിമ കണ്ടു. പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ ഒരു സിനിമയ്ക്ക് ഒരു പോസിറ്റീവ് റെസ്പോൺസ് വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഒരു നല്ല അഭിപ്രായം കേട്ടതിന് ശേഷം ഒരു റെസ്പോൺസിൻ്റെ നമ്മളൊരു റിവ്യൂ പറയേണ്ട കാര്യം ഒന്നുമില്ല. വെറുതെ തീപ്പൊരി കത്തുന്ന പോലെ കത്തി പടർന്നങ്ങ് പൊക്കോളും. അതുപോലെ ഗംഭീര സിനിമയാണ്, അതിഗംഭീര സിനിമയാണ്. നമ്മൾ ഒരു 2015 ശേഷമൊക്കെ ഉള്ളൊരു പ്രയോഗമാണ് ലാലേട്ടൻ്റെ കംബാക്ക്, മമ്മൂക്കയുടെ കംബാക്ക്, അല്ലെങ്കിൽ ദിലീപേട്ടൻ്റെ കംബാക്ക്. ദിലീപേട്ടൻ്റെ കംബാക്കിനെ പറ്റി പറയണ്ട, അത് നമ്മൾ വിട്ട കേസാണ്. ശരിക്കും ഒരു തിരിച്ചുവരവ് എന്ന് പറയുന്ന വാക്കിനോട് 101% നീതി വളർത്താവുന്ന ഒരു ഗംഭീര സിനിമ, അന്യായ പടം. ഒരു 2000 മുമ്പൊക്കെയുള്ള ലാലേട്ടൻ്റെ കംപ്ലീറ്റ് ഗസ്റ്റേഴ്സ്, ഒരു രക്ഷയുമില്ല സാർ. എന്ത് രസമാണ്. നമ്മൾ ഒരു മലയാളി കാണാൻ ആഗ്രഹിക്കുന്ന മോഹൻലാൽ തുടരും. ഒരു രക്ഷയില്ലാതെ മോഹൻലാൽ മുറ്റമടിക്കുന്ന ലാലേട്ടൻ, മീൻ വെട്ടുന്ന ലാലേട്ടൻ, പച്ചക്കറി എറിയുന്ന ലാലേട്ടൻ, നാട്ടുംപുറം ലാലേട്ടൻ, ഒരു രക്ഷയില്ലാത്ത സാരമാണ്. പിന്നെ ലാലേട്ടനും നമ്മുടെ ശോഭന മാം തമ്മിലുള്ള കോമ്പിനേഷൻ എനിക്കറിയാൻ പാടില്ല എന്തിനാണ് അവർ വണ്ടിക്കൂലിയും കൊടുത്ത് വന്നതെന്ന്. എനിക്ക് തോന്നുന്നു ഒരു സീനിലേ ഉള്ളവർക്ക് ഫോക്കസ് പോലും നല്ല ഒരു ഇമ്പോർട്ടൻസ് കിട്ടുന്നത്. അവസാനം കണ്ടിപ്പാണ്ട വരുവാണ്ട എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. അതിനകത്ത് ഇത് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നൊരു പരിപാടിയുണ്ട്. അത് മാത്രമേ ഉള്ളൂ, കാര്യമായിട്ട് വേറെ ഒന്നുമില്ല. പിന്നെ അവസാനം ഒരു കരച്ചിലും, വേറെ ഒന്നുമില്ല, ഒരു ഇമ്പോർട്ടൻസും ഇല്ല. ആദ്യമായിട്ടാണ് ശോഭന വന്ന് ഒരു മലയാള സിനിമ ചെയ്തിട്ട് കാര്യമായിട്ട് അവർക്ക് ഇമ്പോർട്ടൻസ് ഇല്ലാതെ, പ്രാധാന്യം ഇല്ലാതെ പോകുന്നത്. അത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അവർ സ്വന്തമായിട്ട് ഡബ് ചെയ്തുകൊണ്ടായിരിക്കാം. തമാശകളൊന്നും വർക്കായില്ല. തമാശയ്ക്ക് വേണ്ടിയിട്ട് മറ്റേ വെട്ടിയിട്ട ബായത്തണ്ട് പോലെ കിടക്കുന്നു എന്ന് പറഞ്ഞത് ഒന്നുമില്ല. പണ്ട് കോല് കിട്ടിയ ഡയലോഗിന് ഇപ്പോൾ തിയേറ്ററിലെ ആൾക്കാർ നിർവികാരതയോടെ വെറുതെ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്നതാണ് കണ്ടത്. പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. സിനിമയിലെ കോമഡീസ് ഒന്നും വർക്കൗട്ടായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫ് പരിപാടികൾ ചീറ്റി, കാര്യമായിട്ടൊന്നുമില്ല. പക്ഷേ ആദ്യത്തെ 2 സീൻസ് സിനിമയിലേക്ക് നമ്മളെ ഹുക്ക് ചെയ്യാൻ ഭയങ്കരമായിട്ട് സഹായിച്ച 2 സീൻസാണ്. തുടക്കത്തിൽ 2 സീൻസ് കാണുമ്പോൾ മനസ്സിലാവും. ലാലേട്ടൻ്റെ പഴയ വിൻറ്റേജ് കളക്ഷൻ ഫോട്ടോസൊക്കെ കാണിച്ചിട്ടുള്ള പരിപാടി ഭയങ്കര രസമായിരുന്നത്, അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ ജോർജ് സാറ് പറയുന്ന പോലെ ഇത് എൻ്റെ കഥയല്ലേടാ, നിനക്ക് ഇതിനകത്തിൽ 1% പോലും ഓർത്തിരിക്കാൻ ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുന്ന പോലെ പോയി അവസാനത്തെ ഒരു 15-20 മിനിറ്റ് ഒഴികെ ബാക്കി മൊത്തം ജോർജ് സാർ അങ്ങ് കൊണ്ടുപോയി. വരാതി അങ്ങനെ മൊത്തത്തിലൊരു സെക്കൻഡ് ഹാഫ് തീയും തീപ്പൊരിയാണ്, തീപ്പന്തമാണ്, കിടിലമാണ്. പിന്നെ സിനിമ തുടങ്ങുമ്പോൾ 35 years ഓഫ് രജപുത്ര സിനിമാസ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. 35 years ഓഫ് രജപുത്ര സിനിമാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അയാൾക്കൊരു 10-55 അല്ലെങ്കിൽ 25 വയസ്സുള്ള സമയത്തായിരിക്കുമല്ലോ കുറഞ്ഞത് അയാൾ സിനിമ പ്രൊഡ്യൂസ് ഉണ്ടാവും, അല്ലെങ്കിൽ 20 കൂട്ടിക്കും. എന്നാലും 55-57 ആ റേഞ്ചിൽ പ്രായം ഉണ്ടാകത്തില്ലേ പുള്ളി പ്രൊഡ്യൂസർമാർക്കിടയിലെ മമ്മൂട്ടിയാണുള്ള ഉദ്ദേശത്തിലാണോ? എനിക്ക് മനസ്സിലാകുന്നില്ല മിസ്റ്റർ നിങ്ങൾ, സത്യമായിട്ടും. പിന്നെ അതുപോട്ടെ. പിന്നെ സിനിമയിലേക്ക് കയറി വരികയാണെങ്കിൽ ജെയ്ക്സ് ബിജോയുടെ BGMs, ദീപക് ദേവക്ക് കമ്പാരിസൺ അല്ല. ദീപക് ദേവക്ക് നിലവിലെ അവസ്ഥയിൽ പോയിരുന്ന് ഒരു 4 പ്രാവശ്യം ആൾക്കാരുടെ കൂട്ടത്തിൽ പോയി കാണണം എങ്ങനെയാണ് ഒരു മോഹൻലാൽ വരുന്ന, അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ ബിൽഡപ്പ് സീൻസിൽ എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് യൂസ് ചെയ്യുക എന്നുള്ളത് കണ്ടുപഠിക്കണം. കാരണം മാത്രം വലിയൊരു ബ്രഹ്മാണ്ഡ പടത്തിൽ കാർട്ടൂൺ ടൈപ്പ് പരിപാടി കാണിച്ചു വെച്ചിട്ട് കണ്ടുപഠിക്കട്ടെ അല്ലേ. പടത്തിൻ്റെ സെക്കൻഡ് ഹാഫ് തീയും തീപ്പന്തും തീപ്പൊരിയാണ്, മൊത്തത്തിൽ കാട്ടുതീയാണ് സെക്കൻഡ് ഹാഫാണ് പടത്തിൻ്റെ മെയിൻ ഐറ്റം. സെക്കൻഡ് ഹാഫിലൊരു അവസാനത്തെ 20 മിനിറ്റ് വരെ സ്കോർ ചെയ്തുകൊണ്ട് പോയ ജോർജ് സാറിനെ ഒരു പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീക്കി നിർത്തി ലാലേട്ടൻ്റെ ഒരു അഴിഞ്ഞാട്ടമുണ്ട്. കിട്ടുക്ക സാധനം.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ടൈം വാച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ജോർജ് സാറിൻ്റെ വെറൈറ്റി അഭിനയവും പുള്ളിയുടെ റിയാക്ഷൻസും അയാളുടെ ആ ഒരു വോയിസും പരിപാടികളും വേറെ ഏത് വില്ലൻ ചെയ്താലും ഇത്രയും രസമാകത്തില്ല. കാരണം അയാളുടെ അഭിനയം, ഈ രീതിയിലുള്ള അഭിനയിക്കുന്ന വില്ലന്മാരെ ഞാൻ കണ്ടിട്ടില്ല മലയാള സിനിമയിൽ, ഇല്ലെന്ന് തന്നെ കൂട്ടാം. വ്യത്യസ്തമായിട്ടുള്ളൊരു പരിപാടിയാണ് പുള്ളി ചെയ്തിട്ടുള്ളത്. പിന്നെ ലാലേട്ടൻ്റെ അവസാനമൊക്കെ ഭയങ്കര പൊളിയായിട്ടുണ്ട്. പടം മൊത്തത്തിൽ അടിപൊളിയാണ്, ഞാൻ പറയേണ്ട കാര്യമില്ല. എന്തായാലും തിയേറ്ററിൽ തന്നെ കാണേണ്ട പരിപാടിയാണ്. പിന്നെ പറയാനുള്ളത്, എടാ ബെന്നിക്കഴിവറി ലൈക്ക് അടിച്ചേക്കാടാ.